ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഫാം ടൂറിസം നടത്തുന്ന ശ്രീ ജോയി പെരുമാട്ടിക്കുന്നേലിന്റെ ഭവനത്തിലാണ്. ജോയിച്ചേട്ടന്റെ ഭവനമാണ് അനേകർക്ക് താമസിക്കാനുള്ള ഇടമായി കൊടുക്കുന്നു. പിന്നെ ഒരു ജൈവ കർഷകനാണ്. ഒരുപാട് അവാർഡുകൾ, ഏകദേശം 4-5ഓളം അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു മനുഷ്യനാണ് ശ്രീ ജോയി പെരുമാട്ടിക്കുന്നേൽ. അദ്ദേഹമായിട്ട് നമുക്ക് സംസാരിക്കാം. ജോയിച്ചേട്ടന് എത്ര അവാർഡുകളാണ് ജോയിച്ചേട്ടാ ഇതുവരെ ലഭിച്ചത്? എനിക്ക് 2013 അവാർഡുണ്ട്, അത് 10,000 രൂപയുള്ളൂ. 2015 ഒരു അവാർഡുണ്ട്, അതും 10,000 രൂപ ഉള്ളൂ. 2016, 2017 50,000 വെച്ചിട്ടുള്ള 2 അവാർഡ് കിട്ടി. സ്റ്റേറ്റ് അവാർഡ് 2016, 2017 2 സ്റ്റേറ്റ് അവാർഡാണ് കിട്ടിയത്. ഓർഗാനിക് ഫാമിങ്ങിൻ്റെ. പിന്നെ കഴിഞ്ഞ വർഷം 2024 സരോജിനി നഗർ ഫൗണ്ടേഷൻ്റെ ഒരു 50,000 രൂപയുടെ ക്യാഷ് അവാർഡുള്ള ഒരു അവാർഡ് കിട്ടി. അതാണ് ഇപ്പോൾ ലാസ്റ്റ്. പിന്നെ നമ്മളിപ്പം കൃഷി ലേശം കുറച്ചിട്ടാണുള്ളത്. വയസ്സായി, ഇനിയിപ്പം കൃഷിയിലേക്ക് അധികം നീങ്ങുന്നില്ല. ഈ താമസ സൗകര്യവുമായി ബന്ധപ്പെട്ട് ആളുകൾ ഇവിടെ താമസിക്കാനായിട്ട് വരുന്നുള്ളൂ, അതിനെക്കുറിച്ച് ചോദിച്ചേട്ടാ എന്താണ്? ഞാൻ പറഞ്ഞില്ല, കൃഷി ലേശം ലാഭകരമല്ലാത്തൊരു സ്ഥിതിയിലേക്ക് വന്നപ്പം വേറെ എന്തെങ്കിലും ഒരു മാർഗം കാണേണ്ടതായിട്ട് തോന്നി. അപ്പം അത് നോക്കുമ്പോൾ ഇതൊരു ഒരു ഇതര വരുമാനമാണിത്. നമുക്കിതിന് അധികം മുതൽ മുടക്കില്ല. നമ്മൾ സംരക്ഷിക്കുന്ന മാത്രമേ, നമ്മൾ അഡീഷണൽ ഒരു പൈസ നമ്മൾ ഇതിന് വേണ്ടി മുടക്കിയിട്ടില്ല. അപ്പം നമ്മൾ ഉള്ള വീട് മെയിൻ്റെനൻസ് ചെയ്ത് അതിൽ നമ്മൾ ഇതാക്കുക ചെയ്യുന്നത്. ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ? ഞാനിന്നും ജൈവകൃഷി ചെയ്യുന്നത്. ജൈവകൃഷി തന്നെ പ്രോത്സാഹിപ്പിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരോടും നമ്മൾ അത് തന്നെ പറയുന്നുണ്ട്. പക്ഷെ ആരും അതിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ സംഘടനയുണ്ട്. ഞങ്ങൾക്ക് തേങ്ങയ്ക്ക് 10 രൂപ, 5 രൂപ അധികം തരുന്നുണ്ട്. കാപ്പിക്ക് 20 രൂപ അധികം തരുന്നുണ്ട്. കൊക്കോയ്ക്ക് 20 രൂപ വില തരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഇവിടെ വന്നവർ കളക്ട് ചെയ്ത് പോകുന്നത്. ഓർഗാനിക് ഫെയർ ട്രേഡ് അലയൻസ് ഓഫ് കേരള. അപ്പോൾ നമ്മളൊന്നും അറിയണ്ട. കൊക്കയാണ് നമ്മൾ ഇവിടെ പൊട്ടിച്ച് വെച്ചാൽ അത് ഇവിടുന്ന് എടുക്കുന്നു. കാപ്പിക്കുരു ആണെങ്കിൽ ഇവിടുന്ന് വന്ന് എടുക്കും. എന്ത് സാധനം, മുളക്, എന്തെല്ലാം സാധനം നമ്മൾ ഇവിടുന്ന് ഒരു കളക്ട് ചെയ്യുന്നത്. തേങ്ങയും അടയ്ക്കാതെ ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും അവരെടുക്കുന്നു. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2020 മുതൽ തുടങ്ങിയാണ്. ഞാൻ പേപ്പർ ആക്കി തുടങ്ങിയത് 2022 മുതലാണ് എനിക്ക് ഇതിന്റെ ഇത് കിട്ടിയത്, പേപ്പർ കിട്ടിയത്. ഇത് ഗോൾഡ് ക്ലാസിഫിക്കേഷൻ. ഒരു 3 താരിഫാണുള്ളത്: ഡയമണ്ട്, ഗോൾഡ്, സിൽവർ. നമുക്ക് ഇതുള്ളത് ഗോൾഡാണ്. എല്ലായിടത്തും വരുന്നുണ്ട്. പ്രിയപ്പെട്ട സഞ്ചാര സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ജോയിച്ചേട്ടാ, ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം അനുഭവപ്പെടുക. കാരണം ഇത്രയും പ്രായമായ ഒരു ജോയിച്ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളെ സ്വീകരിച്ച സംഭവങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായിട്ടാണ് ആ വീട് അലങ്കരിച്ചിരിക്കുന്നത്. അകത്തെല്ലാം നല്ല ഭംഗിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തതിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒപ്പം ഈ പുതിയ തലമുറയ്ക്കെല്ലാം പഴയ തലമുറയ്ക്ക് പോലും ഒരു നല്ല മാതൃകയാണ്. അതുകൊണ്ട് ഇവിടെ കൂടി എല്ലാവരുടെയും പേരിലുള്ള ഒത്തിരി നന്ദി പ്രത്യേകമായി പാപ്പനെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഉള്ളത് ഓടക്കൊല്ലി കേവിൻ്റെ ഓഫീസ്. ഇവിടെ തൊട്ടാണ് ഓടക്കൊല്ലി കേവ് തുടങ്ങുന്നത്. അപ്പം നമുക്കൊന്ന് അഖിലിനെ ഒന്ന് കേൾക്കാം. നമസ്കാരം. ഇന്ന് CDS KSS യൂണിറ്റ് ഇന്ന് വില്ലേജ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓടക്കൊല്ലി നാച്ചുറൽ കേവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവരെ നമ്മൾ ഹർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അഖിലിന്റെ വീട് നമ്മൾ തൊട്ട് മുമ്പിൽ കാണുന്ന വീട് തന്നെയാണ്. ഒരു സർക്കാർ ജോലിക്കാരനാണ്. അതിൻ്റെ ഒരു സമയത്ത് തന്നെ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഭാഗമായിട്ട് അഖിലിന്റെ വീടിന്റെ പരിസരം തന്നെ ലോകം മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്ന തലത്തിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ 1000-ലധികം, ഏറ്റവും കുറഞ്ഞത് അല്ലെ 1000-ലധികം ആൾക്കാരെങ്കിലും കടന്നു പോകുന്ന സ്ഥലമാണ്. ഇപ്പം അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിന്റെ ഭാഗമാകാൻ പറ്റി. ഓടക്കൊല്ലി കേവിലൂടെയുള്ള അതിസാഹസികമായ യാത്രയാണ് ഇപ്പോൾ നിങ്ങൾ
ഇതിനുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, എച്ച് സാറ് ബിജു ജോസഫ് മാപ്പിളപ്പറമ്പിൽ എക്സ് സർവീസ് മാനാണ്. അതുപോലെ തന്നെ പാലാവയിലെ സാമൂഹിക രംഗങ്ങളിലും സജീവമായി പങ്കാളിത്തമുള്ള ആളാണ്. നീന്തൽ താരമാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഡിസാസ്റ്റർ റെസ്ക്യൂ ടീമിൻ്റെ ടീം ക്യാപ്റ്റനാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഒരു പാലാവിയിൽ ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കും നിരവധി താരങ്ങളെ കേരളത്തിലും ഇന്ത്യക്കും സംഭാവന ചെയ്ത ഒരു പരിശീലന കേന്ദ്രത്തിന് മുമ്പിലാണ്. അതിനെക്കുറിച്ച് ബെറ്റ് സാർ സംസാരിക്കുന്നതിനോട്, സാറേ, നമ്മുടെ അറക്കലെ സജിയെ പോലെയുള്ള നേവൽ ലിഗ്നേറ്റ് ജോലി ഉണ്ടായിരുന്ന മനോജ്
യൂണിവേഴ്സിറ്റി താരങ്ങൾ, ഇങ്ങനെ നിരവധി താരങ്ങളെ വാർത്തെടുത്ത ഒരു സ്ഥലമാണ്. അത് ഈ പാലാവൂരുകാരുടെ ഒരു വലിയ സ്വപ്നമാണ്. ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? പലാവിലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇതൊരു നീന്തൽ ഗ്രാമം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് പലാവിൽ. അപ്പോൾ ഇതൊരു 40-45 വർഷമായിട്ട് നമ്മൾ നീന്തൽ പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കടവിലാണ്. ഈ പാറക്കടവ് എന്ന് പറയുന്നത്, ഇതിൻ്റെ പേര് പാറക്കടവ് എന്നാണ്. ഈ പാറക്കടവിലാണ് നമ്മൾ നീന്തൽ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഒരുപാട് പേര്, ഇപ്പം സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേര്, അതായത് ഒരു 100-150 അധികം ആൾക്കാർ ഇവിടുന്ന് തന്നെ വിവിധ മേഖലകളിൽ ജോലി നേടിയിട്ടുണ്ട്, വിദേശങ്ങളിലും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യൻ പോലീസ്, ഇന്ത്യൻ ആർമി, അങ്ങനെയൊക്കെ നിരവധി സ്ഥലങ്ങളിലൂടെ ജോലി നേടിയിട്ടുണ്ട്. ഇപ്പം ചുരുങ്ങിയ ഒരു 5 വർഷമായിട്ട് മാത്രമാണ് നമ്മളിപ്പം സ്വിമ്മിംഗ് പൂളിലേക്ക് നീന്തൽ മാറ്റിയത്. അതുകൊണ്ട് ഇപ്പം ഇവിടെ കുളിക്കുന്നവരോ അല്ലെങ്കിൽ നീന്താൻ വരുന്നവരോ ഒക്കെ വളരെ കുറവാണ്. ഇതിപ്പം നമുക്കറിയാം, ഇത് കർണാടക ഫോറസ്റ്റ് ആണ്, തൊട്ടപ്പുറത്ത് കണ്ണൂർ ജില്ലയാണ്, ഇത് കാസർഗോഡ് ജില്ലയാണ്. എല്ലാം കൂടെ സംഗമിക്കുന്ന ഒരു സ്ഥലമാണിത്. അതുപോലെ നമ്മുടെ കൂർഗിലേക്ക്, വാഗമണ്ഡലത്തിന് വേണ്ടി ഒരു റോഡ് നമ്മൾ മുൻപ് ഒരു റോഡ് പ്ലാൻ ചെയ്തിരുന്നത് ഇത് തൊട്ടടുത്ത് തന്നെ, ഒരു 50 മീറ്റർ അപ്പുറത്താണ് അതിന്റെ പാലം. ഇതിലൂടെ തന്നെയാണ് പോകുന്നത്. ഏകദേശം 18 കിലോമീറ്റർ ഉള്ളൂ വാഗമണ്ഡലം അല്ലെങ്കിൽ തലക്കാവേരിയിലേക്ക് പോകാനുള്ള ദൂരം. അത് ഫോറസ്റ്റുകാരുടെ സാധ്യമായില്ല എന്നുള്ളത് ഒരു ദൗർഭാഗ്യകരം തന്നെയാണ്. ഫോറസ്റ്റുകാരുടെ ഒരു ബംഗ്ലാവില്ല ഇവിടെ? ഇവിടെയാണ് തൊട്ടടുത്ത്. നമ്മൾ ആ മോളിൽ കയറി നമുക്ക് ഇതില് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിലേ കയറാം, അല്ലെങ്കിൽ ഓടക്കൊല്ലി ചെന്നിട്ട് വെള്ളക്കല്ലി എന്നിട്ട് നേരെ അങ്ങോട്ട് മുകളിലോട്ട് കയറാം. നമുക്ക് പ്രവേശനം ഉണ്ടോ അങ്ങോട്ടേക്ക്? ഇല്ല, ഇപ്പൊ ഇല്ല. ഇപ്പൊ വൈൽഡ് ലൈഫിന്റെ ഇത് വന്നതോടെ നമുക്ക് ഇങ്ങനെ നടത്തി വിടുന്നില്ല. പെർമിഷൻ എടുത്തിട്ടേ ഓടും. അതെ. കാരണം മാത്രമല്ല, ഇല്ല, പെർമിഷൻ എടുത്താലും വണ്ടികൾ പോകുന്നുണ്ട് അത്യാവശ്യം, പക്ഷെ മാത്രമേ ഉള്ളൂ. നമ്മുടെ പെർമിഷൻ എടുത്ത് അങ്ങനെ പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങോട്ടേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് പോകണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനും സെബാസ്റ്റ്യൻ സാറും കൂടെ ഉള്ള ബിജു പറയണ്ടായി, ചെറുപ്പകാലത്ത് ബിജു സാർ പശുവിനെ മേയിച്ചിട്ട് ഇതിന് അപ്പുറം കടന്നിട്ട് ഇവരുടെ ബംഗ്ലാവിന്റെ അടുത്ത് വരെ. ബംഗ്ലാവെന്നല്ല, ഇവിടുന്ന് കിലോമീറ്ററോളം നമ്മൾ അങ്ങ് ഉള്ളിലേക്ക് പോകും. പക്ഷെ അന്നൊന്നും നമുക്ക് അങ്ങനെ ഒരു പേടിയില്ലല്ലോ, ആനയുണ്ടെന്ന് ഇതൊന്നും. പക്ഷെ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് കയറി ഇവിടുന്ന് പുഴയെ വരാൻ തന്നെ പേടിയാണ്, അക്കരയ്ക്കോട്ട് കയറാനും പേടി. ആ ഒരു അവസ്ഥയുണ്ട്. വരലുണ്ട് ഇവിടെ, നേരത്തെ ഒരുപാട് റവന്യൂ അങ്ങേ സൈഡിലുണ്ട്. പിന്നെ നമ്മൾ ആറാട്ടുകടവിലുണ്ടല്ലോ, നമ്മളിപ്പോ ഓടക്കൊല്ലിൽ നിന്ന് വന്ന വഴിക്ക് വെള്ളക്കല്ലിന്റെ അക്കര സൈഡിൽ നമ്മുടെ റവന്യൂ ഭൂമി കുറയുണ്ട്. അതുപോലെ അങ്ങേ സൈഡിൽ കാനമ്പയില്, അത് മുഴുവൻ കോളനി ഏരിയയാണ്. കേരളത്തിന്റെ റവന്യൂ ഭൂമി കോളനി, അവിടെ എല്ലാം കോളനികളുണ്ട്. കോളനിയിൽ നമ്മുടെ സാധാരണ ആൾക്കാർ നോക്കുന്ന ഒരു കുറെ ആൾക്കാരുണ്ട് അവിടെ. നമുക്ക് ഇതിന്റെ ഒരു ടൂറിസം സാധ്യതകളെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടില്? ടൂറിസം സാധ്യതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രഹിച്ചു, ഞാൻ സർവീസിൽ നിന്ന് വന്നതിന് ശേഷം ഈ ഒരു ഏരിയ ഞാനത് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരുന്നതാണ്, ഇങ്ങനെ ഒരു സ്പോട്ടിന് വേണ്ടി. നമ്മുടെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന കൗന്തൈകളൊക്കെ ഇരിക്കുന്ന സ്ഥലം ഞാൻ സ്പോട്ട് ഇട്ടതാണ്. പിന്നെ ചില അങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ വന്നതിന് ശേഷം പിന്നെ ഞാനത് കൊച്ചുങ്ങളുടെ പഠനമൊക്കെ ആയതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ച് തൽക്കാലം അങ്ങനെയാണ് ഈ കോഴി ഫാമിലേക്കൊക്കെ മാറിയത്. ഇല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് കുറച്ച് ഹോം സ്റ്റേകളൊക്കെ ചെയ്ത് നമ്മൾ ഈ പുഴയും കൂടെ ഉപയോഗിക്കാവുന്ന രീതിയിലേക്കുള്ളൊരു സംവിധാനമൊക്കെ ചെയ്തു വന്നതാണ്. ഞാനൊരു സ്വിമ്മിംഗ് കോച്ചും കൂടെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ലൈഫ് ഗാർഡിൻ്റെയൊക്കെ ഓതറൈസ്ഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്കുണ്ട്. മുൻപ് ഫ്ലാഷ് എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ പദ്ധതിയിൽ 1500 പേരെ നമ്മളിവിടെ നീന്തൽ പഠിപ്പിക്കുകയും ചെയ്തതാണ്. അപ്പം അങ്ങനെയുള്ള സംവിധാനത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതുവരെ നമുക്കത് സാധ്യമായിട്ടില്ല. ഇനിയെങ്കിലും അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ടൂറിസം ഈ ഒരു വികസനത്തിൻ്റെ ഇത് വരുന്നതോടെ CDയുടെ നേരത്തിലുള്ള ഈ സംഭവത്തിൽ നമുക്ക് അതിനെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊരു 2 അടിയും കൂടെ താന്നാലും നമുക്ക് ആ വെള്ളം അങ്ങനെ തന്നെ നിൽക്കും. ഒഴുക്ക് ചിലപ്പോൾ നിൽക്കുമായിരിക്കും, പക്ഷെ എന്നാലും വെള്ളം അങ്ങനെ തന്നെയുണ്ട്. ഇവിടെ തടയണയ്ക്ക് വേണ്ടി മുമ്പ് പല പ്രാവശ്യം നമ്മൾ ഇത് ശരിക്കും പറഞ്ഞാൽ ചെറുപുഴ പഞ്ചായത്തിന്റെ അധീനതയിലാണ് ഈ പുഴ ഉള്ളത്. ശരിക്കും ഈ അടുത്ത കാലത്ത് കണ്ടാണ് സാർ, അടുത്ത കാലത്ത് അത് പകുതിയിൽ നിന്ന് വിഭജിച്ചിട്ടുള്ളത് ആയിട്ടില്ല അല്ലെ? ഇപ്പോഴും ചെറുപുഴ പഞ്ചായത്തിൽ തന്നെയാണ് ഇതുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് വരെ എന്തെങ്കിലും ചെയ്യണമെങ്കിലും ചെറുപുഴ പഞ്ചായത്തിന്റെ പെർമിഷൻ വേണം. നമ്മുടെ റാഫ്റ്റിംഗ് ഇത് അതിലേ മാത്രമേ ഉള്ളൂ? ഇതിലെ റാഫ്റ്റിംഗ് ഇല്ല. ഇതിലെ റാഫ്റ്റിംഗ് നമുക്ക് വേണം ചെയ്യാം. ഇപ്പൊ നിങ്ങൾ പോയ വെള്ളക്കല്ല് അങ്ങേ അറ്റത്തുനിന്ന് നമുക്ക് അവിടെ ചെയ്യാം. പക്ഷെ ഇത്ര ഒരു ഫ്ലോ ഇതിനകത്ത് കിട്ടിയാലെന്നേ ഉള്ളൂ. ഇവിടെ കുറച്ച് നേർന്ന പ്രദേശമായതുകൊണ്ട് കുറച്ചുകൂടെ നേർന്ന ഒഴുക്കുണ്ട്. പക്ഷെ ഇവിടുന്ന് മുകളിലോട്ട് പോയാൽ കുറെ സ്ഥലങ്ങളുണ്ട്, അങ്ങനെ നല്ല ഉള്ള സ്ഥലങ്ങളുണ്ട്. അതിൽ വരാനും നമുക്ക് സാധിക്കും. നമുക്ക് ശരിക്കും ഒരു ലെങ്തില് ഒരു ചെറിയ ബോട്ടോ അല്ലെങ്കിൽ വള്ളമോ ഒക്കെ വെച്ചിട്ടാണെങ്കിൽ എത്ര ദൂരം നമുക്ക് ഒറ്റയടിക്ക് മുറിവില്ലാതെ നമുക്ക് പോകാൻ പറ്റും? മുറിയാതെ ഇവിടെ ഇതിനകത്താണ് പറയുന്നത്. ഇതിൽ തന്നെ ഇതൊരു 150 മീറ്റർ കൂടുതലുണ്ട്. കാരണം നമ്മൾ അവിടുന്ന് കുട്ടികളെ നീന്തിപ്പിക്കുന്ന ശേഷം ഇവിടെ വരെ ആ കയത്തിന്റെ അടുത്ത് വരെ 150 മീറ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ആഴമുള്ള കയവാണ് അവിടെ ചെറിയ. ഇപ്പം എല്ലാം കുറെ മൂടിപ്പോയിട്ടുണ്ട്. മുൻപ് നല്ല ആഴമുള്ള സ്ഥലമായിരുന്നു അവിടെ. അങ്ങനെയുള്ള പിന്നെ ഇതെല്ലാം ഇപ്പൊ കുളിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ആ ബഞ്ചുകളൊക്കെ താഴോട്ട് ഇറങ്ങി. മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നെല്ലാം വിറക് വെട്ടി ഇതെല്ലാം കൊണ്ടുപോകായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ CDA ഗ്രൂപ്പായിട്ടും പിന്നെ ഒരു അല്ല ഗെറ്റ് ടുഗദർ ആയിരുന്നു ഇവിടെ ജോസേട്ടൻ്റെ വീട്ടിലേക്ക്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് യാത്രയിലായിരുന്നു, എല്ലാവരുടെ പറമ്പും നോക്കിക്കൊണ്ട്. പിന്നെ അവിടെ എന്നാ ടൂറിസം പ്രോബിലിറ്റി എന്നാ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കുറേയൊക്കെ ഇറങ്ങി.
പിന്നെ ഏറ്റവും ലാസ്റ്റ് ബെഡ് വൺ ഇവിടെ ഞങ്ങൾ എത്തി. ലാസ്റ്റ് ബെഡ് വൺ ഇവിടെ എത്തി. പിന്നെ നമുക്ക് ഇവിടെ സ്ഥലം കണ്ടിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസും പിന്നെ സ്വിമ്മിംഗ് പൂളെല്ലാം കണ്ടിട്ട് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ പുഴയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമായിരുന്നു. പിന്നെ നമുക്ക് ഇത് എങ്ങനെ പുള്ളിക്ക് ഇങ്ങനെ ഐഡിയ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായതെന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ പുള്ളിയോട് ഒരു ചോദ്യം ചോദിക്കാം. ആദ്യമായി ഞാൻ രാവിലെ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് നേതൃത്വം നൽകിയ ചിറ്റാരിക്കൽ CDA KSS നേതൃത്വം വരുന്ന എല്ലാവരോടും ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം ഇതുപോലത്തെ ഒരു അനുഭവം സത്യത്തിൽ വളരെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് ശരിക്കും ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ പരിചയപ്പെട്ട എല്ലാവരും അവരുടെയൊക്കെ അനുഭവങ്ങളും അറിവുകളും ഒക്കെ പങ്കുവെക്കുക. കാരണം അവരനുഭവിക്കുന്ന ആ വിഷമത ഇതെല്ലാം ശരിയാ. അതൊരു ഇന്നലെ എനിക്ക് അവസാനം ജോൺസിൻ്റെ അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അതേപോലെ തന്നെ ഇന്നലെ മറ്റേ ജാതി തോട്ടം അവരുടെ അതെ പിന്നെ സാറിൻ്റെ മറ്റേ ഞാൻ ജേക്കബ് സാറിൻ്റെ കൊക്കോ എന്ന് പറഞ്ഞാൽ കർഷകർ അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നങ്ങളും ഒരുപാടുണ്ട്. ഇന്ന് എല്ലാവരും പറയുന്നതാണ്. പക്ഷെ അതിൻ്റെ എല്ലാം എങ്ങനെയെങ്കിലും ആ ഒരു അതിജീവനം എന്നുള്ളതാണ്. അതിന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു ചിന്താഗതിയോടെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ആ മാർഗങ്ങളും എല്ലാം കണ്ടുപിടിച്ച് വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണെങ്കിലും അത്. പക്ഷെ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയത് അഭിമുഖീകരിക്കുന്നതിൻ്റെ പ്രശ്നം അത് അടുത്ത തലമുറ ആ രൂപയിൽ എല്ലാവരും പറഞ്ഞു അതൊരു എല്ലാം കോമണാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഇത്. പക്ഷെ ഇന്ന് അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഡോക്ടർ ചോദിച്ചത് എങ്ങനെയാണ് ഇത് തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഇതൊരു സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിനെ റിട്ടയർ ചെയ്ത് ബാങ്കിലായിരുന്നു ചീഫ് മാനേജർ. എൻ്റെ ഭാര്യ കോളേജിൽ വർക്ക് ചെയ്യുമായിരുന്നു. അത് റിട്ടയർ ചെയ്തു. അപ്പോൾ ഫാദർ 56 വാങ്ങിച്ച പ്രോപ്പർട്ടിയാണ്. അന്ന് എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പലരും ഉപദേശിച്ചു നിനക്ക് മുത്തൂറ്റ് പോയി കൂടായിരുന്നോ. മുത്തൂറ്റിൽ നമ്മൾ പറഞ്ഞു 10-38 വർഷം ബാങ്കിൽ ഇനിയിപ്പോൾ ഞാൻ മുത്തൂറ്റുകാരനെ ചീത്തയേക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് പോകണോ ഇത്രയും സ്ഥലം ഇവിടെയുള്ളപ്പം വിറ്റ് കാശാക്കി ബാങ്കിൽ ഇട്ടുകൂടെ എന്നൊക്കെ പലരും ഉപദേശിച്ചതാണ്. പക്ഷേ ഫാദർ പണ്ട് 56 പാലായിൽ നിന്ന് വന്ന് വാങ്ങിച്ച സ്ഥലം ഇത് കൈവിട്ട് കളയാനുള്ളൊരു മനസ്ഥിതിയില്ല. എനിക്കും എൻ്റെ മക്കൾക്കും കുടുംബത്തിനും അതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ബിൽഡിങ് പിള്ളേർ രണ്ടാളും പുറത്താണ്. അതുകൊണ്ട് അവർ വരുമ്പോൾ പുറത്തെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു വരും. വിദേശം എന്ന് പറഞ്ഞാൽ ഗൾഫിലാണ്. മറ്റേ യൂറോപ്പിലോ ഒന്നുമില്ല. അപ്പോൾ അവർ ഇപ്പം അങ്ങനെ ഒരു ഔട്ട് ഹൗസ് അങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കിയതാണ്. പക്ഷെ അത് എൻ്റെ ഇളയ മോനാണ് ഇതിൻ്റെ ഒരു ഐഡിയയുടെ പുറകിൽ. അപ്പോൾ അങ്ങനെയാണൊരു ടൂറിസം സെക്ടറിലേക്ക് മാറാമെന്ന് പറഞ്ഞു. അതിലൊരു പ്രത്യേകിച്ചൊരു പെട്ടെന്നൊരു സഡൻ ഒരു ടേണിംഗ് പോയിന്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു മഴക്കാലമായിരുന്നു. ആ മഴക്കാലത്ത് ഇവിടെ റാഫ്റ്റിംഗ് ഉണ്ട്, ചെറുപുഴ പുഴയിൽ റാഫ്റ്റിങ്ങിന്. അന്ന് ഇവിടെ ഒരു കേണൽ വന്നു. ഇന്ത്യൻ ആർമിയിൽ ഒരു സെർവിങ് ആയിട്ട് കേണൽ മലയാളിയായിരുന്നു. അയാളുടെ കുടുംബവും വന്നു. അയാളുടെ മകനും എല്ലാ ഇന്ത്യൻ എയർലൈൻസ് പൈലറ്റ്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയ പുതിയ ആ സംഭവം. അപ്പം അതിൻ്റെ സംഘാടകർ ചോദിച്ചു അവർക്ക് VIP ഗസ്റ്റുകൾ അവർ താമസിക്കാത്ത ദിവസം കൊടുക്കുമോ ചോദിച്ചു. താമസിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പം പുള്ളിയാണ് അതിനകത്തൊരു നമുക്കൊരു ഭയങ്കര ഒരു ഇമ്പോൾസ് തന്നത്. അത് പറഞ്ഞാൽ അതാണ് ഒരു ടേണിംഗ് പോയിന്റ്. പുള്ളി നല്ല മഴക്കാലമായിരുന്നു. പുള്ളി ഇവിടെ വന്നിട്ട് ആ വരാന്തയിൽ ഇരുന്നിട്ട് വസം വായിക്കുമ്പോൾ തന്നെ പുള്ളി അതിനെ എഴുതി ഈ മഴ കണ്ടിട്ട് വായന തന്നെ അത് തന്നെ ഒരു ഭയങ്കര അനുഭവമാണ്. മഴ എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയാമല്ലോ, ഇവിടെ നിങ്ങളെല്ലാവരും ഇല്ല ആ മഴയുടെ ആ അനുഭവം വെച്ചിട്ട് പുള്ളി എഴുതുന്നു. അതാണ് നമുക്കൊരു ഇതൊരു ഇൻസ്പിറേഷൻ വന്നത്. സത്യത്തിലായ പുള്ളിയെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. അങ്ങനെ പുള്ളി ഒരുപാട് ഇൻപുട്സ് തന്നു. അങ്ങനെയാണ് എന്നെ ഇതിലേക്ക് വന്നത്. പിന്നെ മോനും ഇളയ മോനും ഇതിനകത്ത് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ മാർക്കറ്റിംഗ് വന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇത് വന്നു. ഇത് 2018 തുടങ്ങി 2019 ഞങ്ങൾക്ക് ഗോൾഡിൻ്റെ ക്ലാസിഫിക്കേഷൻ കിട്ടി, ഗോൾഡൻ ക്ലാസിഫിക്കേഷൻ കിട്ടി. അപ്പം അതിനുശേഷമാണ് പെട്ടെന്ന് ഈ ഒറ്റ ഇതിനൊരു അപാകത ഒരു ബെഡ്റൂമേ ഉള്ളൂ. അപ്പം IT-കാരാണ് വരുന്നത്. IT-കാർക്ക് 2-3 അവർ വന്നു കഴിഞ്ഞാൽ ഫാമിൽ റൂംസ് ഇല്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് ഗ്രൂപ്പിന് പറ്റും, പക്ഷേ ഒരു ഫാമിലിക്കല്ലേ പറ്റുള്ളൂ. അപ്പോൾ രണ്ടും. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഞങ്ങൾ 2020 അപ്പുറത്തേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 19 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 20 ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു സോളാർ എക്ലിപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ആ താഴത്തെ അന്നേരം ഭയങ്കര ഡിമാൻഡാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത റൂംസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ താഴത്തെ 2 റൂം ഫിനിഷ് ചെയ്ത് കൊടുത്തു. ഡിസംബറിലായിരുന്നു ഉണ്ടാക്കിയിട്ട്. അതും കഴിഞ്ഞിട്ട് 2020 ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ കൊറോണ തുടങ്ങി. 2 വർഷം കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 വർഷം കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു. 21 കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ട് മുകളിലത്തേലും കൂടെ ഫിനിഷ് ചെയ്തു. അതിനുശേഷം ഇത് പറഞ്ഞ പോലെ വലിയ കുഴപ്പമില്ലായിരുന്നു. കല്യാണം അവിടുന്ന് പുള്ളിയുടെ മോനെ കല്യാണമൊക്കെ ഇവിടെ നടത്തി. എല്ലാവർക്കും നല്ല ഇതായിട്ട് അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഇത് പോകുന്നത്.
പിന്നെ അത് ഈ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കേണ്ട അതും നമ്മുടെ ഓരോരോ ഫീഡ്ബാക്ക് അനുസരിച്ചാണ്. നമ്മുടെ ഇവിടെ നിന്ന് ഗസ്റ്റ് നമ്മുടെ മെയിൻ നമ്മളെ അട്രാക്ഷൻ ഈ പുഴയായിരുന്നു, കണ്ടായിരുന്നല്ലോ. ഈ പുഴയാണ് നമ്മുടെ മെയിൻ വെച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സത്യമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ അപ്പുറത്തെ 2 വർഷം പുഴ കംപ്ലീറ്റ് വരണ്ടു പോയി. അപ്പം നമ്മുടെ ഇവിടുന്ന് ഗസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു പൂളാക്കിക്കൂടാ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഗസ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാമല്ലോ എന്നുള്ള അവരുടെ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ആ പെട്ടെന്ന് കഴിഞ്ഞ വർഷം ഡിസംബറാണ് കമ്മീഷൻ ചെയ്തത്. അതിനുശേഷം അത് ഒരു വൈസ് ഡിസിഷനായിട്ട് തോന്നുന്നുണ്ട്. അത് ഇതിൻ്റെ എല്ലാം പുറകിലാതെ എൻ്റെ ആ കുടുംബം ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബിസിനസ് ആയാലും കോളേജിൽ ഇതിലാണ് 2 പിള്ളേർ. മൂത്ത മോൻ അവിടെ അബുദാബിയിൽ എഞ്ചിനീയറായിട്ട് അവിടെ അബുദാബിയിൽ വർക്ക് ചെയ്യുക. ഇളയ മോന് അതേപോലെ ഇളയ മോൻ ഞാൻ ഇതേപോലെ മാർക്കറ്റിംഗ് സൈഡ് മുഴുവൻ പുള്ളിയാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഗ്രാജുവലായിട്ട് ബിൽഡപ്പ് ചെയ്യാനേ പറ്റും. നമ്മളൊരു വിശ്വാസം ബിൽഡപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ പോലെ ബിസിനസ്സിലായാലും കണ്ടോ ജോൺസിൻ്റെ അറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞാൽ അതെ. പക്ഷേ പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം വേറൊരാൾ എന്നോട് പറഞ്ഞത് ഇന്നിപ്പോൾ ആകെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ഏതാ? ടൂറിസവും ഫുഡിൻ്റെ